സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് ശേഷം ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേർന്നു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടു മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപ്പോൾ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ പ്രകടന പത്രികയിലും ഒപ്പം ഗ്യാരണ്ടിയുമായൊക്കെ UDF നൽകിയിരുന്നു. അപ്പോൾ നല്ലൊരു സ്റ്റാർട്ടിന് വേണ്ടി എന്ന് വെച്ചാൽ മിന്നിച്ചുകൊണ്ട് തുടങ്ങാൻ വേണ്ടി അതിലെ 2 ഗ്യാരണ്ടികളെടുത്ത് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് KSRTCയിലെ വനിതാ സൗജന്യ യാത്രയാണ്. ജൂൺ 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുന്ന പ്രഖ്യാപനം നടപ്പിലാക്കാൻ പോകുന്നു എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ്. ഒപ്പം തന്നെ വയോജനങ്ങൾക്ക് പ്രത്യേകം വകുപ്പ് ഉണ്ടാക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ആ നിലയ്ക്ക് 2 പ്രഖ്യാപനങ്ങൾ. ഒപ്പം ആശമാരുടെ ഓണറേറിയം കൂട്ടുന്നു, പാചക തൊഴിലാളികളുടെ സ്റ്റൈപ്പൻഡ് വേതനം കൂട്ടുന്നു, അംഗനവാടി വർക്കർമാരുടെ വേതനം കൂട്ടുന്നു. അങ്ങനെയുള്ള പെട്ടെന്ന് ടച്ച് ചെയ്ത് പോകേണ്ട കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയുണ്ടായിട്ടുണ്ട് ആദ്യത്തെ മന്ത്രിസഭാ തീരുമാനങ്ങളിൽ. അപ്പോൾ ഇതൊക്കെ ഇനി കൊടുത്തു തുടങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് കൂടി നോക്കണം. അജിംസ്, പ്രഖ്യാപിക്കാൻ എളുപ്പമാണ്, നമ്മൾ പറയുന്ന പോലെ. ഇത് നടപ്പാക്കി തുടങ്ങി ഇത് മാസാന്തവും കൊടുത്തു തുടങ്ങുന്ന സമയത്തായിരിക്കും ഒരുപക്ഷെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ അലട്ട്. അപ്പോൾ എളുപ്പമാണോ ഇതൊക്കെ നടപ്പാക്കാൻ എന്ന് തോന്നുന്നുണ്ടോ? ഇന്നത്തെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടന്ന ക്യാബിനറ്റ് ബ്രീഫിംഗ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ് തോന്നിയത്. കാരണം നമ്മൾ മീഡിയ വൺ തുടങ്ങിയതിന് ശേഷം 2013 തുടങ്ങുന്നത്, 2016 പിണറായി വിജയൻ സർക്കാർ വരുന്നത്. ആദ്യത്തെ 3 വർഷം ഉമ്മൻചാണ്ടി എല്ലാ ബുധനാഴ്ചയും മാധ്യമങ്ങളെ കാണും. മാധ്യമങ്ങൾ അദ്ദേഹത്തെ ആ 3 വർഷം എന്ന് പറഞ്ഞാൽ UDF സർക്കാരിനെ സംബന്ധിച്ച് കാറിലും കോളിലും ഇളകി മറിയുന്ന ഒരു കപ്പൽ പോലെയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ഈ എന്താ പ്രശ്നം? സോളാർ സ്കാം, ബാർക്കോഴ കേസ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളുടെ നടുക്ക് നിന്നിട്ട് മുഖ്യമന്ത്രി ഒരു 8 പേപ്പറായിട്ട് വന്ന് എന്തൊക്കെയോ നോക്കി പറയുന്നു, മാധ്യമങ്ങൾ എന്തൊക്കെയോ ചോദിക്കുന്നു, ഇദ്ദേഹം ബബ്ബ അടിക്കുന്നു. ഭയങ്കര രസമായിരുന്നു ആ കാലത്ത്. പിന്നെ നമ്മൾ കാണുന്നത് 2016 മുതൽ ക്യാബിനറ്റ് ബ്രീഫിംഗ് ഇല്ല. ആദ്യ മന്ത്രിസഭ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പിണറായി വിജയൻ്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൻ്റെ പ്രസ് ബ്രീഫിംഗ്, അതിലാദ്യം അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. അന്നത്തെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമായിരുന്നു ജിഷ മർഡർ കേസ്. അത് പുനരന്വേഷിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാണ് ആദ്യം അദ്ദേഹം ഫയൽ ഒപ്പുവെച്ചത്. പിന്നീട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം, ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം, അത് രണ്ടും വളരെ കയ്യടി നേടിയ 2 പ്രഖ്യാപനങ്ങളായിരുന്നു. ജിഷ മർഡർ കേസ് വളരെ സെൻസിറ്റീവാണ്, ആ ഇലക്ഷനിൽ ഭയങ്കരമായിട്ട് ബാധിച്ച ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ഏതാണ്ട് സമാനമാണ് 2016 പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ഏതാണ്ട് സമാനമാണ് ഇക്കുറിയും. ഈ കുറി ജിഷ മർഡർ കേസ് പോലുള്ള സെൻസിറ്റീവ് സ്വഭാവങ്ങളൊന്നുമില്ല. പക്ഷേ വി ഡി സതീശൻ ആദ്യ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത വിഷയങ്ങൾ വളരെ രസകരമാണ്. അതിൻ്റെ ഒരു കാര്യം, ഒന്ന്, അദ്ദേഹം എടുത്ത തീരുമാനം കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടിയാണ്. അത് ദുരിതാശ്വാസ പ്രവർത്തനം എന്ന പേരിൽ, രക്ഷാപ്രവർത്തനം എന്ന പേരിൽ കോൺഗ്രസ് പ്രവർത്തകർ തല്ലിപ്പൊളിച്ച് ഗവൺമാർക്കെതിരെയുള്ള പുനരന്വേഷണം, അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കൊടുക്കുന്ന ഒരു മൊറയിലുണ്ട്, ഒരു മൊറയിൽ ബൂസ്റ്റ്. അത് വളരെ പ്രധാനമാണ്. അത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായതിനു ശേഷവും പറഞ്ഞിരുന്നു, ഞങ്ങൾ പലതും മറക്കാറുണ്ട്, ജയിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ പലതും മറക്കാറുണ്ട്. അത് ശരിയാണ്, അത് ശരിയാണ്. ഈ കോൺഗ്രസിൻ്റെ UDFൻ്റെ ഒരു പൊതു സമീപനം എന്ന് പറയുന്നത്, അത് കരുണാകരൻ്റെ കാലത്തായാലും ആന്റണിയുടെ കാലത്തായാലും ഒരുതരം സമവായം, സംയമനം, ഇതൊക്കെയാണ് അവരുടെ രീതി. അങ്ങനെയല്ല, ഞാൻ കുറച്ചുകൂടി ഒട്ടും കോംപ്രമൈസ് ഇല്ലാത്ത ഒരാളാണ് താൻ എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ പുനരന്വേഷണം വരും എന്നുള്ളതാണ്. അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്നൊരു മൊറയിൽ ബൂസ്റ്റാണ്. രണ്ടാമത്തെ കാര്യം, ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചതാണ്. അതിൽ 3000 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ കിട്ടുന്ന എത്രയാണ്? 800-900 രൂപയാണ്. 9,000 രൂപയാണ്. 12 അത് 12 ആവുന്നു. അപ്പോൾ അവരുടെ ഡിമാൻഡ് 21,000 രൂപയാക്കണം എന്നുള്ളതാണ്. UDFൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ പ്രതിദിനം 700 രൂപ ഇവർക്ക് വരുമാനം ഉറപ്പിക്കും എന്ന് മാത്രമാണ്. അപ്പോൾ 21,000 ആക്കും എന്നും അവർ പറയുന്നില്ല, 700 ഒറ്റഘട്ടമായിട്ട് ആക്കും എന്നും അവർ പറഞ്ഞിട്ടില്ല, ഘട്ടം ഘട്ടമായിട്ടാണ് അവർ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ തുടക്കത്തിൽ ആശാവർക്കർമാരുടെ സമരം ഒരർത്ഥത്തിൽ UDFൻ്റെ വിജയത്തിനും ഒക്കെ കാരണമായൊരു കാര്യമാണ്. ആശാവർക്കർമാരോടൊപ്പമായിരുന്നു കേരള മനസാക്ഷി. ഇപ്പോൾ കഴിഞ്ഞ LDF സർക്കാരിനെ സംബന്ധിച്ച് ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ള അത്ര വലിയ ടാസ്ക് ഒന്നും ആയിരുന്നില്ല അവർക്ക്, അത്ര വലിയ ടാസ്കേ ആയിരുന്നില്ല. പക്ഷേ അത് അവർ ചെയ്യാതിരുന്നത് ആശാവർക്കർമാരുടെ ഡിമാൻഡിനോട് യോജിപ്പില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആശാവർക്കർമാർക്ക് പൈസ കൊടുക്കേണ്ടതില്ല എന്നവർ ഇതുകൊണ്ടോ അല്ല. യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ സമരം ചെയ്തത് തങ്ങളല്ല, അത് SUC എന്ന് പറയുന്ന ഒരു കടലാസ് സംഘടനയാണ്. ഞങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ, ഞങ്ങളുടെ സംഘടനാ ശക്തിയുമായി താരതമ്യം ചെയ്യുമ്പോൾ നാമമാത്രമായ ബലമുള്ള ഒരു സംഘടന ഇത്രയും ആളുകൾ സംഘടിപ്പിച്ചു എന്ന് സെക്രട്ടറിയുടെ മുന്നിൽ സമരം ചെയ്യുക എന്നുള്ളത് സമര സംഘടന കൂടിയായ CPM-നും അവരുടെ തൊഴിലാളി യൂണിയനായ CTU-നെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. തങ്ങളുടേതല്ലാത്ത ഒരു സമരത്തെ ഒരു കാലത്തും CPM-ൻ്റെ മറ്റ് തൊഴിലാളി സംഘടനകൾ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അംഗീകരിക്കില്ല. അതുകൊണ്ട് മാത്രമാണത് അവരെ കേൾക്കാതിരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ LDF-ന് വോട്ട് ചെയ്യുന്ന ആളുകൾ കൂടിയാണ് ആശാ വർക്കർമാരിൽ പലരും. അവർ കൂടിയാണ് ഈ സമരരംഗത്തുള്ളത് എന്നുകൂടി ആലോചിക്കുക. എന്നിട്ട് പോലും അതിനെ അഡ്രസ്സ് ചെയ്യാൻ അവർ തയ്യാറായില്ല. അതൊരു
സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് ആയിരുന്നു LDF-നെ സംബന്ധിച്ച്. ഈ കുറി UDF അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ പ്രകടനപത്രത്തിൽ പറയുന്നത് പോലെ തന്നെ ഘട്ടം ഘട്ടമായി 21,000 ആക്കും എന്നാണ് പറയുന്നത്. എപ്പോഴാക്കും എന്നറിയില്ല. VD സതീശൻ എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ വന്നിരുന്നതേ ഉള്ളൂ, ഈ ഖജനാവിൽ എന്തുണ്ട്, അല്ലെങ്കിൽ ഇവിടെ എന്താണോ ഉള്ളത്, പൈസ ഉണ്ടോ ഇല്ലേ, നമ്മുടെ ഒരു ഫിസിക്കൽ സ്റ്റാറ്റസ് എന്താണെന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. അതേക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് വേണം മറ്റ് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകളുടെ ബസ് യാത്ര സംബന്ധിച്ച് അത് ജൂൺ 15-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിന് പക്ഷേ അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണ്, അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താണെന്ന് പിന്നീട് ഇൻഫോം ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അത് ആർക്കൊക്കെ അതിൽ യാത്ര ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ ബസ്സുകളിലാണ്. ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റിലും എക്സ്പ്രസ്സിലും കെ സ്വിഫ്റ്റിലൊക്കെ എല്ലാ സ്ത്രീകൾക്കും യാത്ര ചെയ്യാൻ പറ്റും നമുക്കറിയില്ല. ചിലപ്പോൾ ലോക്കൽ വണ്ടികളിലായിരിക്കും അത് പ്രഖ്യാപിക്കുന്നുണ്ടാവും. അതൊരു സിംബോളിക്കായിട്ടായിരിക്കും അത് നടപ്പാക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതർവൈസ് KSRTC പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി ഷട്ടിൽ നടത്തുന്ന ഒരു വണ്ടിയായിട്ട് മാറും. ആരെങ്കിലും സൗജന്യ യാത്രയാണെങ്കിൽ ഏതെങ്കിലും സ്ത്രീകൾ പിന്നെ ആരെങ്കിലും ട്രെയിനിലോ കാറിലോ പോകുമോ? KSRTC തന്നെ പോവുള്ളൂ. അപ്പോൾ അത് റെസ്ട്രിക്റ്റ് ചെയ്താണ് അവതരിപ്പിക്കാൻ സാധ്യത. അതിനൊരു സിംബോളിക് വെൽഫെയർ സ്കീമായിട്ടായിരിക്കും അവതരിപ്പിക്കുന്നുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. അതിനപ്പുറം UDF-ന്റെ പ്രകടനപത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് സതീശൻ പറഞ്ഞു. അത് വയോജന വകുപ്പാണ്. അത് കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അത് UDF അത് തീരുമാനിച്ചാൽ അവർ അഭിനന്ദിക്കണം. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഡെമോഗ്രഫി ഫാസ്റ്റായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ട് വെറുതെ റോഡിലിറങ്ങി നോക്കുക, നമ്മൾ കാണുന്ന മനുഷ്യന്മാർ പലരും ബഹുഭൂരിഭാഗം 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. ഒന്ന് ചെറുപ്പക്കാർ ഇവിടുന്ന് പോകുന്നു എന്നുള്ളത്, മറ്റൊന്ന് ജനസംഖ്യാവർദ്ധനവ് കുറഞ്ഞു വരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ഏജിങ് പോപ്പുലേഷനായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് സതീശൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, പല കാര്യങ്ങളിലും മാതൃകയായ കേരളം ലോകത്തിന് മാതൃകയാവുന്ന രീതിയിൽ ഈ വകുപ്പ് മാറ്റണം. ഇതൊരു ടോക്കൺ വകുപ്പായിരിക്കില്ല. പേരിന് ഇപ്പോൾ പട്ടികവർഗ ക്ഷേമ വകുപ്പ് എന്ന് പറയുന്ന പോലെ അതിൽ ഫണ്ട് വരും, അതിൽ നിയമപരമായിട്ട് തന്നെ ഇത്ര ഫണ്ട് അലോക്കേറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് പലപ്പോഴും പട്ടികവർഗ ക്ഷേമത്തിന് ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുപോലെ ഇതൊരു ടോക്കൺ വകുപ്പായി മാറില്ല. പകരം നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് ലോകത്തിന് മാതൃകയാവുന്ന രീതിയിൽ ആ വകുപ്പിനെ മാറ്റിയെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ കൈയടി കൊടുക്കേണ്ട ഒരു പ്രഖ്യാപനം തന്നെയാണെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ വലിയ പ്രഖ്യാപനങ്ങളൊന്നും അല്ല നടത്തിയിട്ടുള്ള. UDF നേരത്തെ വാഗ്ദാനം ചെയ്ത കാര്യങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും ഈ സർക്കാരിൻ്റെ വിജയം, സർക്കാരിൻ്റെ ഡെലിവർ ചെയ്യാനുള്ള കഴിവ് എന്നത് തീർച്ചയായിട്ടും VD സതീശൻ കൈകാര്യം ചെയ്യും എന്ന് പറയപ്പെടുന്ന വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ധനകാര്യ വകുപ്പ്. കാരണം സതീശൻ ഇതിനു മുമ്പ്, ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് മുമ്പും ശേഷവും പലവട്ടം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇതൊക്കെ നടപ്പാക്കാൻ പറ്റും, പണം കണ്ടെത്തണം, വരുമാനം കണ്ടെത്തണം എന്നാണ്. അത് വളരെ അത്ഭുതകരമാണ്. അതായത് പിണറായി വിജയന് 2 വട്ടവും 10 വർഷവും സാധിക്കാതിരുന്നത് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തിനിടയിലും വരുമാനം കണ്ടെത്തുക എന്നുള്ളതാണ്. പിണറായി വിജയൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കിഫ്ബി ആയിരുന്നു. വായ്പ എടുക്കുക, വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുക, ബാക്കിയുള്ള പണം കൊണ്ട് ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ രീതി. അതല്ലാതെ സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള തനത് രീതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സതീശന് അത് വലിയ കൈയടി നേടിക്കൊടുക്കും. ഒരുപക്ഷെ തുടർ ഭരണം പോലും നേടിക്കൊടുക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇത്രയും വലിയ സാമ്പത്തിക ഉപരോധം നേരിടുമ്പോൾ, കേന്ദ്രത്തിൽ നിന്നുള്ള ഉപരോധം നേരിടുമ്പോൾ തനത് വരുമാനം കണ്ടെത്താനുള്ള പുതിയ രീതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സതീശന് കൈയടി നേടിക്കൊടുക്കും. അത് എത്രമാത്രം നടപ്പാക്കും, അദ്ദേഹത്തിനത് കഴിയും എന്നുള്ളത് നമുക്ക് ആദ്യം ഈ ധവളപത്രം പുറത്തു വരട്ടെ, പിന്നീട് സതീശൻ്റെ പ്ലാൻ എന്താണെന്ന് അറിയട്ടെ. അവിടെയാണ് യഥാർത്ഥത്തിൽ സതീശൻ്റെ വിജയത്തിൻ്റെ താക്കോലിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ UDF-ന്റെ പ്രകടനപത്രികയിലുള്ളൊരു വാഗ്ദാനമാണ് ഹാർമോണി വകുപ്പ് എന്ന് പറയുന്നത്. സാമുദായിക സൗഹാർദ്ദം നിലനിർത്താനുള്ള ഒരു വകുപ്പ്. അത് ആ പ്രഖ്യാപനം കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയിരുന്നു. അതിൽ ഏറെക്കുറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ആ വകുപ്പുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യത്തിലും ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യത്തിലും അവർ കുറേ കൂടി വോക്കലാണ്, അവരത് വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് അടുത്ത 5 വർഷത്തെ UDF സർക്കാരിൻ്റെ ഭാവി നിശ്ചയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഈ പറയുന്ന സമൂഹത്തിലെ ഛിദ്രത തടയാൻ എത്രമാത്രം അതിന് കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ ഈ സത്യപ്രതിജ്ഞ തൊട്ട് മുമ്പ് തന്നെ വെള്ളാപ്പള്ളി നടേശൻ കുപ്രസിദ്ധമായ രീതിയിൽ അദ്ദേഹം വീണ്ടും തൻ്റെ പഴയ രീതിയിൽ തന്നെ യോഗനാഥത്തിൽ എഴുതിയ എഡിറ്റോറിയൽ വന്നു. അതേ തുടർന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകർ തൊടുപുഴയിൽ എന്തോ മുദ്രാവാക്യം വിളിക്കുകയോ എന്തോ ചെയ്തു. അവർക്കെതിരെ മുസ്ലിം ലീഗ് നടപടി സ്വീകരിച്ചു. SNDP യോഗം SNDP യൂണിയനുകൾ പലയിടത്തും മുസ്ലിം ലീഗിനെതിരെ പ്രകടനം നടത്തി. പ്രത്യക്ഷത്തിൽ നമുക്കത് രാഷ്ട്രീയമായ പ്രതികരണമായിട്ട് തോന്നുമെങ്കിലും അത് കേരളത്തിലുണ്ടാക്കാൻ പോകുന്ന അന്തഛിദ്രം വളരെ വലുതാണ്. ഒന്നാമത്തെ കാര്യം. 2, മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി UDF-ലുള്ള സാഹചര്യത്തിൽ അടുത്ത 5 വർഷം RSSനെ സംബന്ധിച്ച് അവർക്ക് ഒരു പിടിപ്പത് പണിയാണ്. ഈ കഴിഞ്ഞ 10 വർഷം നടത്തിയ പണിയേക്കാൾ ഇരട്ടി പണി അവരെടുക്കും, എടുത്തിരിക്കും അവർ. അപ്പോൾ അത് കേരളത്തിലുണ്ടാക്കാൻ പോകുന്ന ശൈഥില്യം, അത് കഴിഞ്ഞ 10 വർഷം നമ്മൾ വാട്സപ്പ് വഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും പ്രചരിച്ച വെറുപ്പിനേക്കാൾ അപ്പുറമായിരിക്കും, കുറേ കൂടി വോക്കലായിരിക്കും, കുറേ കൂടി ഫ്രീക്വൻ്റും ആയിരിക്കും.
അതായത് കഴിഞ്ഞ 10 വർഷം എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചത് അതിനേക്കാൾ കുറേ കൂടി ഫ്രീക്വൻസിയുള്ള കുറേ കൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്രചാരണം ഉറപ്പായിട്ടും അടുത്ത 5 വർഷത്തോടെ നടക്കും. അതിനെ സതീശൻ ആൻഡ് ടീം എങ്ങനെ തടയുമെന്നുള്ളത് അവരുടെ ഭാവിയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ആ മന്ത്രിസഭയുടെ വിജയകരമായ പൂർത്തീകരണവും സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഭാവിയെക്കുറിച്ച് വാചാലനാവുന്ന സതീശൻ ആദ്യം ചെയ്യേണ്ടത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഏത് മന്ത്രിയാണ്, അത് രമേശ് ചെന്നിത്തലയാണെന്നാണ് ഇപ്പോൾ അറിയുന്നത്, അവർ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളൊരു ഓഡിറ്റ് മന്ത്രി എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയേ തീരൂ. അതല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞു വെച്ചതെല്ലാം സതീശൻ നടത്തിയിട്ടുള്ള പൊളിറ്റിക്കൽ ക്യാമ്പയിൻ എല്ലാം റദ്ദായി പോകും. അത് വലിയ കേരളത്തിൻ്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമായി മാറാൻ പോവുകയാണ്. യെസ്, ഇന്നത്തെ പ്രഖ്യാപനങ്ങളിൽ ഗംഭീരമായി തോന്നിയത് ഏതാണ്? ഗംഭീരമായി നോക്കൂ, ഒന്നാമത് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഈ എന്താണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTCയിൽ. നേരത്തെ തന്നെ അവരുടെ പ്രകടന പത്രികയിലുണ്ടായിരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്താണ്. എനിക്ക് ഈ രാഷ്ട്രീയത്തോട് യോജിപ്പില്ലാത്ത ആളാണ്. ഈ ഫ്രീ ബി പൊളിറ്റിക്സ്, ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്വം സ്ത്രീകൾക്ക് ആർക്കും ആവട്ടെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ അവസരം ഒരുക്കുക എന്നുള്ളതല്ല, പ്രത്യേകിച്ച് നമ്മുടെ പോലെയുള്ള സംസ്ഥാനത്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ശക്തമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇൻ്റഗ്രേറ്റഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. ഇൻ്റഗ്രേറ്റഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം വളരെ ലളിതമാണ്. ഞാൻ മുമ്പൊരിക്കലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെ ട്രെയിനിൽ പോകാൻ പറ്റും. പക്ഷേ അവിടെ ഒരു സ്റ്റോപ്പില്ല, റെയിൽവേ സ്റ്റേഷൻ ഇല്ല. ഒരാൾക്ക് അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് പെട്ടിയെടുത്ത് അവിടെ ഇറങ്ങി നേരെ എയർപോർട്ടിലേക്ക് പോകാവുന്നേ ഉള്ളൂ. അവിടെ വിമാനം ഇറങ്ങിയ ഒരാൾക്ക് ഇപ്പുറത്ത് കയറി പോരാവുന്നേ ഉള്ളൂ. ഇതൊന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങിയാൽ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇഷ്ടംപോലെ മുറ്റമുണ്ട്, യാർഡുണ്ട്, വലിയ അല്ല അത് വേണമെങ്കിൽ ഒന്ന് വികസിപ്പിക്കാം. അവിടെ തന്നെ ബസ് സ്റ്റേഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ബസ് സ്റ്റേഷൻ ഒരുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആളുകൾക്ക് വലിയ സൗകര്യമാണെന്ന് മാത്രമല്ല, അതുണ്ടാക്കുന്ന ഫ്യൂവൽ കൺസർവേഷൻ ഉണ്ടല്ലോ. ആളുകൾ എന്തിനാണ് കാർ കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ശക്തമായിട്ടുണ്ടെങ്കിൽ, വെൽ കണക്റ്റഡ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആളുകൾ പ്രൈവറ്റ് വെഹിക്കിളായിട്ട് ഇറങ്ങില്ല. കാരണം ഇത് സ്മൂത്ത് ഫങ്ഷനിങ് ആണ്. നിങ്ങൾക്ക് ട്രെയിനിൽ ഇപ്പോൾ ഇത് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകുന്നു, എറണാകുളത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ബസ് കിട്ടും. എവിടെയാണ് നിങ്ങൾ ഡെസ്റ്റിനേഷൻ അവിടേക്ക് ബസ് കിട്ടും, അല്ലെങ്കിൽ മെട്രോ കിട്ടും. എന്നുണ്ടെങ്കിൽ ആളുകൾ കാർ എടുത്ത് ഇറങ്ങില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഇൻ്റഗ്രേറ്റഡ് ആൻഡ് വെൽ കണക്റ്റഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഭരണകൂടത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം. അത് ആളുകളുടെ യാത്രയെ മാത്രം സുഖമാക്കുന്ന ഘടകമല്ല കേട്ടോ, അത് വെറുതെ വിചാരിക്കുകയാണ്. അത് ഫ്യൂവൽ കൺസർവേഷൻ, അതിനനുബന്ധമായിട്ടുണ്ടാകുന്ന പാരിസ്ഥിതികമായിട്ടുള്ള ഗുണങ്ങൾ, റോഡ് ട്രാഫിക്കിലുണ്ടാകുന്ന മാറ്റങ്ങൾ, റോഡ് കൾച്ചറിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പല നിലക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിൻ്റെ കാസ്കേഡിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വിപുലമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പം പല വികസിത രാജ്യങ്ങളിലും ഇത്രത്തോളം ഇൻ്റഗ്രേറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബിലിറ്റി ഹബ്ബുകളാണ്. ട്രെയിൻ, മെട്രോ, ബസ്, വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസ്, കൂടാതെ ഈവൻ സൈക്കിൾസ്. നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്ത് സൈക്കിൾ എടുത്തിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ സേഫ് ഇറങ്ങുമെന്ന് വിചാരിക്കുക. നിനക്ക് ഒരു തിയേറ്ററിലേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഒരു അടുത്തൊരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്. നിങ്ങൾക്ക് ഇത് ഓട്ടോയ്ക്കോ ബസ്സിനോ ഒന്നും കാത്തു നിൽക്കണ്ട. അവിടെ സൈക്കിൾ സ്റ്റാൻഡ് ഉണ്ടാവും, സ്വൈപ്പ് ചെയ്യുന്നു, ആ സൈക്കിൾ എടുക്കുന്നു, ഓടിച്ചു പോകുന്നു. ഇപ്പോൾ ഈ നിലക്ക് ഇൻ്റഗ്രേറ്റഡ് ആൻഡ് വെൽ കണക്റ്റഡ് പബ്ലിക് ട്രാൻസ്പോർട്ട്, ഇതാണ് പ്രാഥമികമായി ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം. അത് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ഈ ഫ്രീ ബീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായും സാമ്പത്തികമായും ഒരു നല്ല കാര്യമല്ല. ആളുകളുടെ കൈയടി കിട്ടും, ഓഫ് കോഴ്സ് ആളുകളുടെ കൈയടി കിട്ടും. ഭയങ്കര സതീശൻ ജി ഭയങ്കരമായ സംഭവം ചെയ്തെന്നൊക്കെ പറയും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ അത് ഖജനാവിനെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക, ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക. ഇന്ന് തന്നെ പ്രൈവറ്റ് ബസ് ഓണേഴ്സുകാർ പ്രതിഷേധമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ കഞ്ഞൂടി മുട്ടിക്കുകയാണെന്നുണ്ട് അവർ പ്രതിഷേധമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ഇത് അഗൈൻ നടപ്പിലാക്കുമ്പോൾ വേറെ ഗുരുതരമായൊരു പ്രശ്നമുണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. കേരളത്തിൽ നമ്മൾ KSRTCയുടെ തന്നെ കണക്കെടുത്ത് നോക്കിയാൽ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ അതിന് 3437 ഷെഡ്യൂൾസാണുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 15,85,000 ആളുകളാണ് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ KSRTC യൂസ് ചെയ്യുന്നത്. എന്നാൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ KSRTCക്ക് 1074 ഷെഡ്യൂൾസേ ഉള്ളൂ. 4,14,000 ആളുകളാണ് യാത്ര ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സ്കീം നടപ്പിലാക്കിയെന്ന് വിചാരിക്കുക, ആരാണ് അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് കൂടുതൽ വരിക? തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ ജില്ലകളിൽ ആളുകളെ വരുന്നുള്ളൂ. ഇവിടെ നോക്കൂ, തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ ജില്ലകളിൽ 15,85,000, 16 ലക്ഷം എന്ന് വേണേക്കാം, 16 ലക്ഷം മനുഷ്യർ അതിൻ്റെ ബെനിഫിഷ്യറി അത് ഉപയോഗിക്കുന്നുണ്ട്. KSRTCയുടെ യൂസേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ
ഇപ്പുറത്ത് 4 ലക്ഷം 4,4 ലക്ഷമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് 4,4 ലക്ഷം ആയത്? ഷെഡ്യൂൾസ് കുറവാണ്, ബസ്സുകൾ കുറവാണ്. അവിടെ 3,437 ഷെഡ്യൂൾസാണ് ഉള്ളതെങ്കിൽ ഇവിടെ 1,074 ഷെഡ്യൂൾസേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു ഫ്രീ ബി പ്രോജക്റ്റ്, അതിൽ ജിയോഗ്രാഫിക്കൽ ഇംബാലൻസ് വരുന്നുണ്ട്. ഇനി എഗൻ പറഞ്ഞ മാതിരി ലോക്കൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് നടപ്പിലാക്കാമെന്ന് വിചാരിക്കുക. ഈ ഭാഗത്ത് പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ഈ പറയുന്ന 1,074 ഷെഡ്യൂൾസ് ഉണ്ടല്ലോ, ഈ ഷെഡ്യൂൾസിൽ മഹാഭൂരിപക്ഷം എന്താണ്? ഈ ഓർഡിനറിക്ക് മേലെയുള്ള ഷെഡ്യൂൾസാണ്. അപ്പം ഇവിടെ ബെനിഫിഷ്യറീസ് എഗൻ കുറയും. അത് നല്ലൊരു ചിത്രമല്ല യഥാർത്ഥത്തിൽ. ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആ ഒരു പെർസ്പെക്റ്റീവ് ആലോചിക്കുമ്പോൾ നല്ല ചിത്രമല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടിസ്ഥാന പ്രശ്നം അതല്ല. ഈ ഫ്രീ ബി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആളുകളുടെ കയ്യടി കിട്ടും, പക്ഷേ ഖജനാവിനെ ദുർബലമാക്കുന്ന കാര്യമാണ്. അതൊരു എന്താ പറയുക, ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ കണ്ടുവരാത്ത ഒന്നുമാണ് അല്ലേ? കേരളത്തിൽ അതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇലക്ഷനുകൾ എല്ലായിടത്തും ഇത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടർ 1,000 രൂപ പ്രഖ്യാപിക്കും, അടുത്ത കൂട്ടർ 2,000 രൂപ പ്രഖ്യാപിക്കുക. ഇതിങ്ങനെ അതൊരു കൾച്ചറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ഒരു സന്ദർഭത്തിൽ സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നിട്ടുണ്ട്, ഇത്തരം ഫ്രീ ബി വാഗ്ദാനങ്ങൾ നിരോധിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എൻഡ് ഓഫ് ദ ഡേ എക്കണോമിയെ ദുർബലമാക്കുന്നൊരു സംഗതിയാണത്. ആളുകളുടെ ഇതുകൊണ്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടൊന്നും കാര്യമുണ്ട്. താൽക്കാലികമായ കൈയ്യടി കിട്ടും. അതുകൊണ്ട് എനിക്ക് എന്നെ അത് ഒട്ടുമായി അട്രാക്റ്റ് ചെയ്യുന്നില്ല ഏത് നിലക്കും. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അജിംസ് പറഞ്ഞ ഈ ജെറിയാട്രിക് കെയറുമായി ബന്ധപ്പെട്ട വയോജന സംരക്ഷണം, അതിൽ ഓഫ് കോഴ്സ് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണത്. അദ്ദേഹം മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ജപ്പാനിൻ്റെ മാതൃകയിലെന്ന് പറയുകയുണ്ടായി. അത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ജപ്പാൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ ദ മോസ്റ്റ് ഗ്രേയിങ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സമൂഹമാണ്. ആ രാജ്യം മൊത്തത്തിലൊരു വൃദ്ധസദനമായി മാറിയിട്ടുണ്ട്. അത്ഭുതകരമായുള്ള കാര്യം ഞാൻ പറയാം. അവിടെ 65 വയസ്സിന് മേലെയുള്ള മനുഷ്യരുടെ പെർസെൻറ്റേജ് എത്തുന്നറിയോ? 30% 65 വയസ്സിന് മേലെയുള്ള മനുഷ്യർ 30% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 30% ഓഫ് പോപ്പുലേഷൻ ആർ നോൺ പ്രൊഡക്റ്റീവാണ്. അപ്പോൾ നോൺ പ്രൊഡക്റ്റീവാണ്. അവർക്ക് എന്താണ്, ഒരു സെക്കൻഡറി അസിസ്റ്റൻസ് ആവശ്യമുള്ള ആളുകളാണ്. അപ്പം ഇത്രയും ജനതയിൽ ഇത്രയും വലിയൊരു പ്രൊപ്പോർഷൻ നോൺ പ്രൊഡക്റ്റീവായിട്ട് അസിസ്റ്റൻസ് ആവശ്യമുള്ളവരായി മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നോൺ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു പോപ്പുലേഷന് വേണ്ടിയിട്ട് എക്സ്ചക്കറിൽ നിന്ന്, ഖജനാവിൽ നിന്ന് വലിയ തോതിൽ തുക ചെലവഴിക്കപ്പെടുകയാണ്. പ്രൊഡക്റ്റീവ് അല്ലാത്ത ഒരു ഫോഴ്സിന് വേണ്ടിയിട്ട് വലിയ തോതിൽ അവരുടെ സപ്പോർട്ട്, അവരുടെ കെയർ സിസ്റ്റം, കാര്യങ്ങൾ, അതിനുവേണ്ടി വലിയ തോതിൽ തുക ചെലവഴിക്കപ്പെടുകയാണ്. അപ്പോൾ 65 വയസ്സിന് മേലെ 30% ജനങ്ങളുടെ രാജ്യമാണ് ജപ്പാൻ. നോക്കൂ, ലോകത്ത് മിനിസ്ട്രി ഓഫ് ലോൺലിനെസ് എന്ന് പറഞ്ഞൊരു മിനിസ്ട്രിയുള്ള രാജ്യമാണത്. ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ, ഏകാഗ്രതയും ഒറ്റപ്പെടലും ആ രാജ്യത്തിൻ്റെ ഏറ്റവും ഗുരുതരമായ പ്രശ്നമായി മാറി. കഴിഞ്ഞ വർഷം ജാപ്പനീസ് പ്രധാനമന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട്, ജപ്പാൻ ഒരു സമൂഹം എന്നുള്ള നിലക്ക് അവസാനിക്കാൻ പോവുകയാണ്. ഒരു സമൂഹം എന്നുള്ള നിലക്കുള്ള ഫങ്ഷൻസ് നിർത്താൻ പോവുകയാണ് ഈ സമൂഹം എന്ന് ജാപ്പനീസ് പ്രധാനമന്ത്രി പറയുകയാണ്. അപ്പോൾ അത്രയും ഗുരുതരമായ സാഹചര്യത്തിൽ പോകുന്ന രാജ്യമാണ് ജപ്പാനിൻ്റെ മാതൃക നമ്മൾ സ്വീകരിക്കുന്നതാണ് വി ഡി സതീശൻ പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ കേരളമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. കേരളത്തിൽ ഈ പറഞ്ഞ 65 വയസ്സിന് മേലെയുള്ള ആളുകളുടെ അനുപാതം എന്ന് പറയുന്നത് 12%. അന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ സമൂഹത്തിൽ വൃദ്ധരുടെ എണ്ണം കൂടുതൽ. വൃദ്ധരുടെ എണ്ണമല്ല കൂടുന്നത്, വൃദ്ധരുടെ പ്രൊപ്പോർഷനാണ് കൂടുന്നത്, അനുപാതമാണ് കൂടുന്നത്. എന്തുകൊണ്ടാണത്? ചെറുപ്പക്കാരുടെ അനുപാതം കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ TFR എന്ന് പറഞ്ഞാൽ 1.8 മറ്റാണ് ഇപ്പോൾ നിൽക്കുന്നത്, ഏറ്റവും കൂടുതലത്തെ ഫാമിലി സർവേ പ്രകാരം. അപ്പോൾ അതിനകത്ത് ജെറിയാട്രിക് കെയർ എന്ന് പറയുന്ന വൃദ്ധജന പരിപാലനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ എഗൈൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നോൺ പ്രൊഡക്റ്റീവായുള്ളൊരു ഫോഴ്സിന് വേണ്ടിയിട്ട് പബ്ലിക് എക്സ്ചക്കർ കൂടുതൽ സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഡെമോഗ്രഫിയിൽ സാധാരണ ഈ വൃദ്ധജന പരിപാലനവുമായി ബന്ധപ്പെട്ട പഠനത്തിൽ ഉപയോഗിക്കുന്ന ഇതിനകത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ടൊരു സങ്കേതമാണ് PSR എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ സപ്പോർട്ട് റേഷ്യോ എന്ന് പറയും. പൊട്ടൻഷ്യൽ സപ്പോർട്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൃദ്ധന് ലഭിക്കേണ്ട സ്വാഭാവേന പരിചരണം ഓർഗാനിക്കായിട്ട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു വൃദ്ധനായ ഒരാൾ എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അയാൾക്ക് വർക്കിംഗ് ഏജ് ഗ്രൂപ്പിലുള്ള എത്ര ആളുകളുടെ സപ്പോർട്ട് ഉണ്ടെന്നുള്ളതാണ്. ഇതാണ് PSR എന്ന് പറയുന്നത്. അത് ലോകത്ത് ഏറ്റവും പിറകിൽ നിൽക്കുന്ന രാജ്യമാണ്. 1.2 or 3 മറ്റാണ് ജപ്പാനിലത്. നമ്മളത് 3 ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പൊട്ടൻഷ്യൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ? ഒരാൾക്ക്, വൃദ്ധനായ ഒരാൾക്ക് ഉണ്ടാകുന്ന അയാളുടെ മക്കളോ പേരക്കുട്ടികളോ ആയിട്ടുള്ള ആളുകളുടെ ഓർഗാനിക്കായിട്ടുള്ള സപ്പോർട്ടാണ്.
അത് ലഭിക്കാതാവുമ്പോഴാണ് സ്റ്റേറ്റ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് അവർക്ക് ലഭിക്കാതെ ആവുന്നത് എന്തുകൊണ്ടാണ്? കുഞ്ഞുങ്ങളില്ലാതാവുന്നു, പേരെ കുഞ്ഞുങ്ങൾ ഇല്ലാതാവുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൽ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഇത് മനസ്സിലാക്കി ചന്ദ്രബാബു നായിഡു ഗവൺമെൻറ്, തെലങ്കാന ഗവൺമെൻറ് അവർ വേറെ സ്കീമുകളാണ്, അവർ ജെറിയാട്രിക് കെയർ അല്ല അവരിതിന് കാണുന്നത്. അവർ കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ആൾക്ക് വലിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര 10,000, 20,000, 30,000 ഒക്കെ വെച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പുതിയ കാര്യമല്ല. ലോകത്ത് ഒരു 2 ഡസനോളം രാജ്യങ്ങളിൽ ഇതേക്കാൾ ഭീകരം എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടഡ് വലിയ പദ്ധതികൾ, വലിയ ഇൻസെൻറ്റീവ്സ് കൊടുത്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ പ്രസവിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി ഗവൺമെൻറ് തലത്തിൽ വലിയ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വേണ്ടത് ജെറിയാട്രിക് കെയറുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ്റെ വകുപ്പുണ്ടാക്കുന്നതൊക്കെ നല്ല സ്റ്റെപ്പ് തന്നെ. പക്ഷേ അത് എന്താ പറയുക, ഒരു ലേപൻ, ഒരു മേൽ ചികിത്സ നമ്മൾ സാധാരണ പറയുന്നില്ലേ, അത് മാത്രമാവും. തൊലിപ്പുറത്തെ ചികിത്സ മാത്രമാവുകയുള്ളൂ. ബേസിക്കായ വിഷയം വെച്ചാൽ നമ്മുടെ ഡെമോഗ്രാഫിക് പാറ്റേണിനെ കുറിച്ച്, നമ്മുടെ മീഡിയൻ ഏജ്, ജപ്പാനിലെ മീഡിയൻ ഏജ് 50.2 ആണ്. 50.2 ആണ് മീഡിയൻ ഏജ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യയുടെ മീഡിയൻ ഏജ് 27 ആണ്. കേരളത്തിൻ്റെ മീഡിയൻ ഏജ് എത്രയാണെന്ന് അറിയോ? 37 ആണ്. അപ്പോൾ നാഷണൽ ആവറേജും ഇന്ത്യയും കേരളവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. മീഡിയൻ ഏജ് 37 ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പം നമ്മുടെ ഡെമോഗ്രാഫിക് പാറ്റേണിനെ കുറിച്ചിട്ടുള്ള സൂക്ഷ്മമായ പഠനം നടത്തുകയും അത് മാറ്റാൻ അതിൽ സ്ട്രക്ചറൽ ചേഞ്ച് വരുത്താൻ ആവശ്യമായിട്ടുള്ള സമീപനങ്ങളാണ് സർക്കാർ ഉണ്ടാകുന്നത്. അപ്പോൾ അതിലേറ്റവും പ്രധാനമാണ് ലേറ്റ് കാരിയേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് പറയുന്ന കോൺസെപ്റ്റ്. എന്തുകൊണ്ടാണ് ആളുകൾ ലേറ്റ് കാരിയേജ് പ്രിഫർ ചെയ്യുന്നത്? വിവാഹിതരായ ആളുകൾ തന്നെ ലേറ്റ് കാരിയേജ് പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവർ ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞിനെ വളർത്തുമ്പോൾ എന്നിട്ട് ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നു, അപ്പോൾ അതിനാവശ്യമുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടില്ല. അതുകൊണ്ട് അവർ പേടിക്കുകയാണ്. ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അതിനെ പരിചരിക്കും, എൻ്റെ തൊഴിലും ഈ ബേബി കെയറും കൂടെ എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്നാലോചിക്കുമ്പോൾ അവർ ബേബി കെയർ വേണ്ടെന്ന് വെക്കുന്നു. അപ്പോൾ അതാണ് സെനാരിയോങ്കിൽ, അതാണ് അതിൻ്റെ റീസണെങ്കിൽ എന്ത് വേണം? ബേബി കെയറിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് കൊടുക്കണം. അവർക്ക് അവരുടെ ക്യാരിയിങ് പീരീഡിൽ, ലേറ്റർ ബ്രസ്റ്റ് ഫീഡിങ് പീരീഡിൽ ഒന്നുകിൽ സർക്കാർ സഹായത്തിലുള്ള മെറ്റേണിറ്റി ഹോസ്റ്റലുകൾ വേണ്ടി വരും, അല്ലെങ്കിൽ സർക്കാർ സ്പോൺസർഷിപ്പുള്ള സോഷ്യൽ ക്രഷുകൾ വേണ്ടി വരും. ആ നിലക്ക് ചൈൽഡ് ബിയറിങ് ആൻഡ് ബേബി കെയറിങ് അതിനുള്ള സ്ട്രക്ചറൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ഉണ്ടാകുകയാണോ വേണ്ടത്. ആ നിലക്ക് അങ്ങനെ ഉണ്ടാകുമ്പോൾ യൂത്ത് പ്രപ്പോർഷൻ സമൂഹത്തിൽ വർദ്ധിക്കും. യൂത്ത് പ്രപ്പോർഷൻ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വൃദ്ധജനങ്ങൾക്കുള്ള പൊട്ടൻഷ്യൽ സപ്പോർട്ട് റേഷ്യോ വർദ്ധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജെറിയാട്രിക് കെയറിന് വേണ്ടിയിട്ട് സർക്കാർ സവിശേഷമായി ഒരു നോൺ പ്രോഡക്റ്റീവ് ഫോഴ്സിന് വേണ്ടി പബ്ലിക് എക്സ്ചെക്കറിൽ നിന്ന്, ഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കേണ്ടി വരുന്ന ഒരു മോശം ഫിസിക്കൽ മാനേജ്മെൻറ്റിൽ പോകേണ്ടി വരില്ല. ഞാൻ പറയുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ സംസ്ഥാനത്തെ വൃദ്ധജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ്, അത് പോസിറ്റീവ് തന്നെയാണ്. പക്ഷെ അത് ചികിത്സയല്ല, ചികിത്സ വേറെയാണ് കിടക്കുന്നതാണ്. ഇത്രയും വിശദമായിട്ട് പറഞ്ഞില്ലേ, നാളെ ഇറങ്ങാൻ പോകുന്ന കാർഡുകളുടെ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കാൻ ദാവൂദ് ആഹ്വാനം ചെയ്തു എന്നായിരിക്കും.